ഫൈനലിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്ക വന്നാലും ന്യൂസിലാൻഡ് വന്നാലും ഇന്ത്യയുടെ തട്ട് താണ് തന്നെയായിരിക്കും. ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ വിശേഷങ്ങൾ തന്നെയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള സെമി ഫൈനൽ മത്സരം ഇന്ത്യ ജയിച്ചു കയറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അന്ന് സ്വന്തം രാജ്യത്ത് വെച്ച് അവരുടെ മുന്നിൽ തലകുനിച്ച് മടങ്ങേണ്ടി വന്നപ്പോൾ ഒട്ടനവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നവരാണ് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ. ഓസ്ട്രേലിയ എന്ന പ്രൊഫഷണൽ ടീമിന് മുന്നിൽ വിജയിച്ചു കയറാൻ ഇന്ത്യക്ക് ഇനിയൊരിക്കലും സാധ്യമാകില്ലെന്ന് വിമർശനങ്ങൾ കൊണ്ട് പലതവണ വേട്ടയാടിയതാണ് ഇന്ത്യൻ ടീമിനെ. വിമർശനങ്ങൾ എന്നും ഇന്ത്യൻ ടീമിനെ തേടി വന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ ആരാധകരെന്ന് അവകാശപ്പെടുന്നവർ പോലും ആ വിമർശനങ്ങൾക്ക് ഒട്ടും പിന്നിലായിരുന്നില്ല. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റ് കണ്ട് വയസ്സായില്ലേ, വീട്ടിലിരുന്നുകൂടെ, കളി മതിയാക്കിക്കൂടെ എന്ന് ചോദിച്ചു തുടങ്ങി. അത് മറ്റാരെക്കുറിച്ചുമായിരുന്നില്ല, ക്യാപ്റ്റൻ രോഹിത്തിനെ കുറിച്ച്, വിരാട് കോഹ്ലിയെക്കുറിച്ച്, രാഹുലിനെ കുറിച്ച്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് ആ വയസ്സൻ പട യുവത്വത്തെ കൂട്ടുപിടിച്ച് പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിക്കൊണ്ട് കോഹ്ലി വിമർശകർക്ക് മറുപടി കൊടുത്തു. രാഹുലും തൻ്റെതായ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ക്യാപ്റ്റൻ രോഹിത് നല്ലൊരു തുടക്കം നൽകുന്നു. ഇനി എന്തു വേണം? വിമർശകർക്ക് കളിയിലൂടെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ് കൊണ്ട്, കഴിവുകൊണ്ട് ആ മൂന്ന് താരങ്ങൾ, കൂടെ യുവത്വവും. ബുംറയില്ലാതെ ടീം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഈ ബൗളിങ്ങുമായി എന്തു ചെയ്യാനെന്ന് ചോദിച്ചവർക്ക് പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ മുഹമ്മദ് ഷമി തന്റെ സഹതാരങ്ങളെ കൂട്ടുപിടിച്ച് എതിർ ടീമുകളെ എറിഞ്ഞിടുന്ന മനോഹരമായ കാഴ്ച. ബാറ്റിങ്ങിൽ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനെതിരെ അത്യുജ്വല വിജയം, ന്യൂസിലൻഡിനെതിരെ ഒരുപക്ഷെ പരാജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ കൈകളിൽ ഒളിപ്പിച്ചു വെച്ച മാന്ത്രിക ബോളുമായി കൊണ്ട് വരുൺ ചക്രവർത്തി ന്യൂസിലൻഡിനെ എറിഞ്ഞിട്ട് ആ മത്സരം ഇന്ത്യയുടേതാക്കി. അപ്പോഴും വിമർശകർ അടങ്ങിയിരുന്നില്ല. ഈ വിജയത്തോടെ ഒന്നാം സ്ഥാനക്കാരായി ചെല്ലുന്നത് ഓസ്ട്രേലിയക്ക് മുന്നിലേക്കാണ്. ഓസ്ട്രേലിയയുടെ മുന്നിൽ സെമിയിൽ പരാജയപ്പെടാനാണോ ഈ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനം നിങ്ങൾ നേടിയെടുത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയയുടെ പ്രൊഫഷണൽ അത് മറികടക്കാൻ ഇന്ത്യൻ ടീമിനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അതിനെല്ലാം വ്യക്തമായ മറുപടിയായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഒരു ടീം വർക്കിൻ്റെ വിജയം. ടോസ് ലഭിച്ച ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയയെ ഷമിയുടെ നേതൃത്വത്തിൽ വ്യക്തമായ പ്ലാനിങ്ങോടെ എറിഞ്ഞിടുന്ന മനോഹരമായ കാഴ്ച. ജഡേജയും പാണ്ഡ്യയും അതിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് വരുൺ ചക്രവർത്തിയുടെ ഫിനിഷിങ്ങും. 49 ഓവറും 3 ബോളുകളും പിന്നിടുമ്പോൾ ഓസ്ട്രേലിയ 10 വിക്കറ്റുകളും 264 റൺസിന് എറിഞ്ഞിടുന്ന അതിമഹത്തായ കാഴ്ച, സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച, ഇന്ത്യൻ ആരാധകർക്ക് ആവേശം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന കാഴ്ച. 265 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് 30 റൺസിൽ വെച്ച് ഗില്ലിനെയും 43 റൺസിൽ വെച്ച് രോഹിത്തിനെയും നഷ്ടപ്പെടുമ്പോൾ വിമർശകർ വീണ്ടും തലപൊക്കി. ഗ്രൂപ്പുകളിൽ ചർച്ചകൾക്ക് മേൽ ചർച്ചകൾ. ഓസ്ട്രേലിയക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ ടീമിനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു രാജ്യം കീഴടക്കണമെങ്കിൽ രാജാവിനെ മാത്രം എടുത്താൽ പോരാ, രാജാവിൻ്റെ വിശ്വസ്തരായ പടയാളികളെയും എറിഞ്ഞിടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോയി ഓസ്ട്രേലിയൻ ടീമും അവർക്ക് ഒത്താശ പാടുന്ന ഇന്ത്യൻ വിമർശകരും. ശ്രേയസ് അയ്യറും കോഹ്ലിയും പിന്നീട് ക്രീസിൽ കളം നിറഞ്ഞാടുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. അവിടുന്ന് അങ്ങോട്ട് അനായാസം ഇന്ത്യ വിജയത്തിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ സാംബ അയ്യരുടെ വിക്കറ്റ് കടപുഴക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിന് ശക്തമായ തിരിച്ചടി നൽകി. അയ്യർ പുറത്തായി പിന്നീട് വന്നത് അക്സർ പട്ടേലാണ്. അക്സർ പട്ടേൽ വളരെ മനോഹരമായി നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താൻ കോഹ്ലിക്ക് ശക്തമായൊരു പിന്തുണ നൽകുന്നു. മറ്റ് പരിക്കുകളില്ലാതെ ഇന്ത്യൻ ടീമിനെ ഇരുവരും മുന്നോട്ട് നയിക്കുന്ന സമയത്ത് അക്സർ പട്ടേൽ ബൗൾഡായി പുറത്താകുന്നു. പിന്നീട് രാഹുൽ ക്രീസിലെത്തുന്നു. ഈ സമയത്ത് ആ ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് ടീമിനെ സമ്മർദ്ദങ്ങളില്ലാതെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. വിരാട് കോഹ്ലിയും രാഹുലും കൂടി. ആ സമയത്ത് തന്നെ രാഹുൽ കോഹ്ലിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, റിസ്ക് ഞാൻ എടുത്തുകൊള്ളാം, താങ്കൾ ഭയപ്പെടേണ്ടതില്ലെന്ന്. ആ ഒരു ശൈലി തന്നെയാണ് കളത്തിൽ നടപ്പാക്കിയതും രാഹുൽ നേരിട്ടത് 34 പന്തുകൾ, നേടിയത് 42 റൺസ്, 2 സിക്സുകളും 2 ഫോറുകളും. പതിവ് ശൈലിക്ക് വിപരീതമായാണ് ഇന്നലെ ക്രീസിൽ രാഹുലിനെ കാണപ്പെട്ടത്. വിജയത്തിന് തൊട്ടടുത്ത് വെച്ച് ഹാർദിക് പാണ്ഡ്യ ഔട്ടായെങ്കിലും പരിക്കുകളില്ലാതെ ഇന്ത്യ 4 വിക്കറ്റിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഒട്ടനവധി മുഹൂർത്തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ വിജയം ആഘോഷിക്കുമ്പോൾ ആദ്യമായും അവസാനമായും പറഞ്ഞു വെക്കേണ്ട ഒരു
കാര്യം ഇതാണ്. പ്രൊഫഷണൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ ടീമിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ജയിച്ചു കയറാൻ കഴിയില്ലെന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആ വിമർശകർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയായിട്ട് ഈ വിജയത്തെ നമ്മൾ ആഘോഷിക്കുകയാണ്. മാത്രമല്ല, ഫിറ്റ്നസ് നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾ വയസ്സൻ പടയെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന രോഹിത്തും രാഹുലും വിരാട് കോഹ്ലിയുമെല്ലാം ഇവിടെ തന്നെ കാണും. അതിൽ സംശയം വേണ്ട. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കില്ലെന്നല്ല അർത്ഥം. പക്ഷേ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ, പ്രതിഭയുണ്ടെങ്കിൽ, ഫോം ഉണ്ടെങ്കിൽ അവർ തുടരട്ടെ. അതിന് നമുക്കൊന്ന് നഷ്ടം. ഇന്ത്യൻ ടീം വിജയത്തിലേക്ക് ഇനിയും കുതിക്കട്ടെ. ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഫൈനൽ അപ്പോൾ ദുബായിൽ വെച്ച് തന്നെയാണ്. ഫൈനലിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്ക വന്നാലും ന്യൂസിലാൻഡ് വന്നാലും ഇന്ത്യയുടെ തട്ട് താണ് തന്നെയായിരിക്കും. ചാമ്പ്യൻസ് ട്രോഫിയുടെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് ഇനിയും എത്തും. തൽക്കാലം വിട. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് വീണ്ടും പറയുന്നു, ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.